Welcome to the class. Indian Contract Act 1872 ഈ സബ്ജക്റ്റില് മലയാളത്തിൽ തുടങ്ങുന്ന വീഡിയോ സീരീസിന്റെ ആദ്യത്തെ വീഡിയോ ആണിത്. ഇതല്ലാതെ ഇംഗ്ലീഷില് കോൺട്രാക്റ്റിലും കമ്പനി ലോയിലും ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയിലും വീഡിയോ സീരീസ് ഉണ്ട്. പിന്നെ പോരാത്തതിന് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിലും കമ്പനി ലോയിലും മലയാളത്തിലും ഒരു വീഡിയോ സീരീസ് ഉണ്ട്. ഇതിന്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പോയി കണ്ടോളൂ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഈ സബ്ജക്റ്റിൽ, അതായത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എല്ലാവർക്കും അറിയാലോ, കുറച്ച് വലിയൊരു ടോപ്പിക്കാണ്. അപ്പൊ അതിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കൺസിഡറേഷനെ കുറിച്ചാണ്, അല്ലെ? അപ്പൊ കോൺട്രാക്ട് പഠിക്കാൻ തുടങ്ങിയ എല്ലാവർക്കും അറിയുണ്ടാവും കൺസിഡറേഷൻ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് എന്ന്, അല്ലെ? അതുമല്ല, ഈ കൺസിഡറേഷൻ അല്ലെങ്കിൽ അതിന്റെ എസെൻഷ്യൽസ് ഓഫ് കൺസിഡറേഷൻ, പിന്നെ വേറെന്താണ് ഡോക്ട്രിൻ ഓഫ് കൺസിഡറേഷൻ, ഇത് രണ്ടും ഒരു കോൺട്രാക്ടിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോണത് ഒരു കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അതിൽ ലീഗലി വാലിഡ് ആവാൻ എന്തൊക്കെ എസെൻഷ്യൽസ് ആണ് വേണ്ടത് കോൺട്രാക്ട് ആക്ട് പ്രകാരം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. കൺസിഡറേഷൻ എന്നുള്ള വാക്ക് കോൺട്രാക്ട് ആക്ട് ഡിഫൈൻ ചെയ്യുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ D ആണ്. ഓക്കെ, ഓർത്തു വയ്ക്കാൻ കുറച്ച് എളുപ്പമുണ്ട്, കാരണം കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ പ്രോമിനന്റ് ആയിട്ട് വരുന്ന ഒരു ലെറ്റർ D ആണ്, അല്ലെ? അപ്പൊ സെക്ഷൻ 2D കൺസിഡറേഷൻ. കൺസിഡറേഷൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം സംതിങ് ഇൻ റിട്ടേൺ ആണ്. ഇപ്പോ നമ്മൾ ലാറ്റിനിൽ അതിന് ക്യൂഡ് പ്രോ ക്യൂ എന്നാണ് പറയുക, അല്ലെ? ക്യൂഡ് പ്രോ ക്യൂ എന്നുള്ളത് ഒരു ഇന്ത്യൻ പ്രൊനൗൺസിയേഷൻ ആണ്. ശരിക്കും ലാറ്റിനിൽ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ വേറൊരു തരത്തിലാണ് ഇത് പറയുക. പക്ഷെ ഇന്ത്യയിലെ എല്ലാവരും അതിനെ ക്യൂഡ് പ്രോ ക്യൂ എന്ന് തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഓക്കെ, സംതിങ് ഇൻ റിട്ടേൺ എന്നാണ് കൺസിഡറേഷനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുക. അതായത് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് രണ്ട് പാർട്ടീസ് വേണമല്ലോ മിനിമം. ഈ പാർട്ടീസിന് ഓരോ കോൺട്രാക്ട് പ്രകാരവും നമ്മൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കുന്നുണ്ടാവും, കൊടുക്കാം എന്ന് പ്രോമിസ് ചെയ്യുന്നെങ്കിലും ഉണ്ടാവും, ഇല്ലേ? ഉണ്ട്, എല്ലാ കോൺട്രാക്റ്റിലും അതുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. എ പ്രോമിസ് ടു പെയിന്റ് ബീസ് ഹൗസ്. ഓക്കെ, ഈ എ ബിയുടെ വീട് പെയിന്റ് ചെയ്താൽ ബിക്ക് എന്താ കിട്ടുക? പണം കിട്ടണ്ടേ? വേണം. യെസ്. അപ്പൊ എ എന്താ പ്രോമിസ് ചെയ്യണത്? പെയിന്റ് ചെയ്യാമെന്ന് പ്രോമിസ് ചെയ്യണു. ബിയോ പണം കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്യണു, അല്ലെ? അപ്പോ എയുടെ പ്രോമിസിന് എക്ക് എന്താ കിട്ടുന്നത്? ബിയുടെ പ്രോമിസ് ആണ് റിട്ടേൺ ആയിട്ട് കിട്ടുന്നത്, അല്ലെ? അപ്പൊ ഒന്നുകിൽ ഒരു പ്രോമിസ് റിട്ടേൺ ആയിട്ട് കിട്ടുന്നുണ്ടാവും, അല്ലെങ്കിൽ പണം റിട്ടേൺ ആയിട്ട് കിട്ടുന്നുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ഷൻ റിട്ടേൺ ആയിട്ട് കിട്ടുന്നുണ്ടാവും. എന്തെങ്കിലും ഒന്ന് പാർട്ടീസ് ടു ദ കോൺട്രാക്ട് ഓൾവേസ് ഗെറ്റ് ബാക്ക്. അതിനെയാണ് നമ്മൾ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു കടയിൽ പോയി ഒരു പേന വാങ്ങിക്കുന്നു. സിമ്പിൾ. പേന വാങ്ങിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? പേന കിട്ടുന്നു. കടയിലുള്ള ആൾക്കോ പൈസ കിട്ടുന്നു, ഇല്ലേ? ഈ ബേസിക് പ്രിൻസിപ്പിൾ എല്ലാ തരത്തിലുള്ള വലിയ വലിയ കോൺട്രാക്റ്റുകൾക്കും അപ്ലിക്കബിൾ ആണ്. കോൺട്രാക്റ്റിലെ പാർട്ടീസ് എന്തെങ്കിലും കൊടുക്കുകയും അവർക്ക് എന്തെങ്കിലും കിട്ടുകയും ചെയ്യുന്നുണ്ട്, ഇല്ലേ? അങ്ങനെ കിട്ടുന്നതിനെയാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ കൺസിഡറേഷൻ പൈസയാവാം, എന്തെങ്കിലും ആക്ഷൻ ആവാം, എന്തെങ്കിലും പ്രോമിസ് ആവാം, ഓക്കെ, എന്തുമാവാം. സംതിങ് ഇൻ റിട്ടേൺ, അതാണ് ക്യൂഡ് പ്രോ ക്യൂ. ഓക്കെ, ഇനി അതിൽ എന്തൊക്കെ വേണമെന്ന് നോക്കാം. എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കൺസിഡറേഷൻ. ഓക്കെ, ഫസ്റ്റ് തന്നെ എന്താ പറയണേ? ഈ സെക്ഷൻ 2D എന്ന് ഞാൻ പറഞ്ഞില്ലേ? ഈ സെക്ഷൻ 2D ഡിഫൈൻ ചെയ്യുമ്പോൾ അതൊരു ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ട് കൺസിഡറേഷന്. ഈ ഡെഫിനിഷൻ സ്റ്റാർട്ട് ചെയ്യണത് തന്നെ വെൻ അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ എന്ന് പറഞ്ഞിട്ടാണ്. അതായത് പ്രോമിസർ ഇപ്പോ ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യുമ്പോൾ രണ്ട് പാർട്ടീസ് ഉണ്ട്, അല്ലെ? ഒരാൾ പ്രോമിസ് ചെയ്യുന്നു, വേറൊരാൾ ഈ പ്രോമിസ് സ്വീകരിക്കുന്നു, അല്ലെ? ഇപ്പോൾ എ ഹാസ് പ്രോമിസ് ടു പെയിന്റ് ബീസ് ഹൗസ്. എ പ്രോമിസ് ചെയ്തു, ബി, അപ്പൊ എ പ്രോമിസ് ചെയ്തതുകൊണ്ട് എ പ്രോമിസർ ആണ്, ബി പ്രോമിസ് സ്വീകരിച്ചതുകൊണ്ട് ബി പ്രോമിസി ആണ്. ഇതാണെങ്കിൽ പ്രോമിസർ ഗെറ്റ്സ് ബാക്ക്, അല്ലെ? പ്രോമിസർ ആദ്യം എന്തെങ്കിലും ഒന്ന് പ്രോമിസ് ചെയ്യാണ്, അയാൾക്ക് എന്തോ ഒന്ന് തിരിച്ചു കിട്ടുകയാണ്. അപ്പോ ഇറ്റ് ഈസ് ദ പ്രോമിസർ ഹു ഡിസൈഡ്സ് വാട്ട് ഹി ഷുഡ് ഗെറ്റ് ബാക്ക്. അതാണ് കൺസിഡറേഷന്റെ
ബേസിക് പ്രിൻസിപ്പിൾ. എപ്പോഴും അങ്ങനെയാണ്. പ്രോമിസർ ആണ് ഡിസൈഡ് ചെയ്യുന്നത് കൺസിഡറേഷൻ എന്തായിരിക്കണം എന്ന്, അല്ലേ? എപ്പോഴും അങ്ങനെയാണ്. അതായത് ഞാനൊരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യാനുള്ള ഇനീഷ്യേറ്റീവ് എടുത്താൽ ഞാൻ തീരുമാനിക്കും തിരിച്ചെനിക്ക് എന്താ കിട്ടേണ്ടത് എന്ന്, അല്ലേ? അപ്പൊ അതുകൊണ്ട് എപ്പോഴും കൺസിഡറേഷൻ is at the desire of the promiser. വേറെ ഒരാള് കൺസിഡറേഷൻ തീരുമാനിച്ചാൽ അത് വാലിഡ് കൺസിഡറേഷൻ ആവില്ല. എപ്പോഴും ആരാണോ ഈ കോൺട്രാക്ട് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് അയാളാണ് തീരുമാനിക്കുന്നത് എന്താണ് കൺസിഡറേഷൻ. ഓക്കെ, യെസ്. ഇനി അടുത്തത് നോക്കാം. പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ. ഇവിടെയാണ് കോൺട്രാക്ട് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. അയാൾ എന്തോ പ്രോമിസ് ചെയ്യുന്നുണ്ട്. റിട്ടേൺ ആയിട്ട് എന്ത് കൊടുക്കാം? പ്രോമിസർ തീരുമാനിച്ചാൽ അത് പ്രോമിസിയാണ് കൊടുക്കേണ്ടത്. പക്ഷെ പ്രോമിസിക്ക് ഇപ്പൊ കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയാണെങ്കിൽ നിർബന്ധമില്ല, പ്രോമിസിക്ക് വേണ്ടിയിട്ട് ആർക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഇപ്പൊ എ ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യാണ്. ഓക്കെ, എ ഒരു കാർ മേടിക്കുകയാണ് വിചാരിക്കുക. ഓക്കെ, കാർ മേടിക്കാം എന്ന പ്രോമിസ് എയുടെയാണ്, പക്ഷെ പണം കൊടുക്കണ്ടേ? അപ്പോ എ കാർ മേടിക്കുന്ന സമയത്ത് എ ബിയുടെ കയ്യിൽ നിന്ന് കാർ മേടിക്കുന്നു. ബിക്ക് പണം കൊടുക്കുന്നത് എ തന്നെ വേണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പൊ ഈ കേസിൽ നമ്മൾ പ്രോമിസി ആരാണ്? ബി ഹാസ് പ്രോമിസ് ടു ഗിവ് ഹിസ് കാർ ടു എ. ഓക്കെ, ബി ആണ് പ്രോമിസി. ബി ഡിസൈഡ് ചെയ്തു ഇതാണ് പ്രൈസ്. ഓക്കെ, ഇനി പൈസ കൊടുക്കണ്ടേ? എയുടെ കയ്യിൽ പൈസ ഇല്ല. അപ്പൊ എക്ക് വേണ്ടിയിട്ട് എയുടെ ഫ്രണ്ടിനോ അല്ലെങ്കിൽ എയുടെ ബാങ്കിനോ അല്ലെങ്കിൽ എയുടെ മറ്റേതെങ്കിലും പരിചയക്കാർക്കോ എയുടെ അച്ഛനോ അമ്മയ്ക്കോ മകനോ മകൾക്കോ ആർക്ക് വേണമെങ്കിലും കൺസിഡറേഷൻ കൊടുക്കാം. കൺസിഡറേഷൻ ക്യാൻ ബി ഗിവൻ ബൈ എനിവൺ. ഓക്കെ, ഇനിയോ? യെസ്, ഇതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കൺസിഡറേഷൻ ക്യാൻ ബി പാസ്റ്റ്, പ്രസന്റ് ഓർ ഫ്യൂച്ചർ. എന്ന് പറഞ്ഞാലോ, കൺസിഡറേഷൻ ക്യാൻ ബി സംതിങ് വിച്ച് ഇസ് ഓൾറെഡി ഡൺ, something which is currently being done, something which is promised to do. എന്ന് പറഞ്ഞാലോ, മുമ്പ് ചെയ്ത ഒന്ന് കൺസിഡറേഷൻ ആവാം. കഴിഞ്ഞ മാസം എ ബിയുടെ കുട്ടിക്ക് ട്യൂഷൻ എടുത്തു. ഓക്കെ, ഇന്ന് ബി പ്രോമിസ് ചെയ്യാണ് എക്ക് 10 പൈസ കൊടുക്കാം എന്ന്. അപ്പൊ ബി പ്രോമിസ് ചെയ്യാണ്. ആ പ്രോമിസിന് എന്താ റിട്ടേൺ കിട്ടിയത്? ഓൾറെഡി കഴിഞ്ഞ ഒരു സംഭവം. കഴിഞ്ഞ മാസം കുട്ടിക്ക് ട്യൂഷൻ എടുത്തു. അത് വാലിഡ് കൺസിഡറേഷൻ ആണ്. മനസ്സിലായില്ലേ? മുമ്പ് കഴിഞ്ഞ സംഭവങ്ങൾ, മുമ്പ് കൊടുത്ത പണം, മുമ്പ് കൊടുത്ത പ്രോമിസ് ഒക്കെ വാലിഡ് കൺസിഡറേഷൻ ആണ്. ഇപ്പൊ കൊടുക്കുന്നത് പ്രോമിസ് ആവാം, പണമാവാം, ആക്ഷൻ ആവാം, അതും വാലിഡ് കൺസിഡറേഷൻ ആണ്. ഇനി ഇത് രണ്ടും ഇല്ല, എ ബിയുടെ വീട് പെയിന്റ് ചെയ്ത് കൊടുത്തു, ബി പറഞ്ഞു ഞാൻ അടുത്ത മാസം പൈസ തരാം, അതും വാലിഡ് കൺസിഡറേഷൻ ആണ്. മനസ്സിലായില്ലേ? അപ്പൊ അത് മുമ്പ് പാസ്റ്റ് ആവാം, പ്രസന്റ് ആവാം, ഫ്യൂച്ചർ ആവാം, ഒക്കെ വാലിഡ് ആണ്. അതേപോലെ തന്നെ ഈ ചെയ്യുന്ന കാര്യം ഞാൻ ചെയ്യാം എന്ന് പറയുന്നത് ഒരു കൺസിഡറേഷൻ ആണ്. ഞാൻ ചെയ്യില്ല എന്ന് പറയുന്നതും കൺസിഡറേഷൻ ആണ്, പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഇപ്പൊ ഒരു ഉദാഹരണം പറയാണ്. ആദ്യത്തെ കേസിൽ എന്താണ്? എ പെയിന്റ് ചെയ്തു, ബി പണം കൊടുക്കാം എന്ന് പറഞ്ഞു. അതൊരു പോസിറ്റീവ് ആക്ഷൻ ആണ്. എന്നാൽ അതേസമയം എ പറഞ്ഞു ഞാൻ നിനക്ക് പൈസ തരാം, നീ എന്നെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കണം. ഓക്കെ, ഈ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാം എന്നത് സത്യത്തിൽ ഒരു നെഗറ്റീവ് ആക്ഷൻ ആണ്, പക്ഷെ അതും ഒരു വാലിഡ് കൺസിഡറേഷൻ ആണ്. അപ്പൊ അത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ഇനിയോ? need not be adequate. എന്ന് പറഞ്ഞാലോ, ഈ കൊടുക്കുന്ന കൺസിഡറേഷൻ അതായത് മാർക്കറ്റ് വാല്യൂന് ഈക്വൽ ആയിരിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇപ്പൊ എയുടെ കുട്ടിക്ക് ബി ട്യൂഷൻ എടുക്കുന്നു. ഫീസായിട്ട് 50 രൂപയെ വാങ്ങണുള്ളൂ. പുറത്തൊക്കെ സാധാരണ ട്യൂഷൻ എടുക്കുന്ന ആളുകൾ ചിലപ്പോൾ 500 രൂപ വാങ്ങണ്ടാവാം. അതുകൊണ്ട് ഇത് കൺസിഡറേഷൻ അല്ലാതെ ആവുന്നില്ല. മനസ്സിലായോ? ആഡിക്വേറ്റ് ആവണം എന്ന് ഒരു നിർബന്ധമില്ല. എ ബിയുടെ കാർ വാങ്ങി, കാറിന്റെ വില 10 ലക്ഷം രൂപയാണ്. പക്ഷെ ബി പറഞ്ഞു നീ എനിക്ക് 7 ലക്ഷം രൂപ തന്നാൽ മതി. 7 ലക്ഷം രൂപ ഒരു വാലിഡ് കൺസിഡറേഷൻ ആണ്. അത് ആഡിക്വേറ്റ് അല്ല, അത് മാർക്കറ്റ് വാല്യൂന് ഈക്വൽ അല്ല, പക്ഷെ അത് വാലിഡ് ആണ്. ഓക്കെ, റിയൽ. ഈ കൊടുക്കുന്ന പൈസ റിയൽ ആയിരിക്കണം. ഇപ്പൊ 10 ലക്ഷം രൂപയുടെ കാറിന് നമ്മൾ 10 രൂപ കൊടുത്താൽ അതൊരു ഇമാജിനറി കൺസിഡറേഷൻ ആണ്, അല്ലെ? ഇമാജിനറി ആവാൻ പാടില്ല, ഇല്യൂസറി ആവാൻ പാടില്ല. ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മിറർ ഇമേജ്. നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മളെ കാണുന്നുണ്ട്, പക്ഷെ സത്യത്തിൽ ഉള്ളതല്ലല്ലോ അത്. അത്തരത്തിലുള്ള ഇല്യൂഷൻ ആവാൻ പാടില്ല.
10 ലക്ഷത്തിന് 7 ലക്ഷം കൊടുത്താൽ പണം കുറവാണ് എന്നേ ഉള്ളൂ, പക്ഷെ അത് റിയൽ ആണ്. പക്ഷെ 10 രൂപ കൊടുക്കുമ്പോൾ അത് ഇമാജിനറി ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ കൺസിഡറേഷൻ മസ്റ്റ് ബി റിയൽ. പിന്നെയോ കൺസിഡറേഷൻ മസ്റ്റ് ബി ലോഫുൾ. ഇപ്പോൾ ബ്ലാക്ക് മാർക്കറ്റിംഗ്, സ്മഗ്ലിംഗ്, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റി, അതൊന്നും കൺസിഡറേഷൻ ആവാൻ പാടില്ല. എ പണം കൊടുത്തു, ബി പറഞ്ഞു ഞാൻ CA അടിക്കാം, അതൊരു കൺസിഡറേഷൻ അല്ലല്ലോ. കാരണം എന്തുകൊണ്ട് കൺസിഡറേഷൻ അല്ല? അത് ഇല്ലീഗൽ ആണ്. ഓക്കെ, അപ്പോൾ കൺസിഡറേഷൻ എപ്പോഴും ലോഫുൾ ആയിരിക്കണം. ഇനി ഏറ്റവും അവസാനത്തെ പോയിന്റ്, 8 പോയിന്റ്സ് ഉണ്ട് എസെൻഷ്യൽസിൽ. 8ാമത്തെ പോയിന്റ് എന്താ പറയണത്? നമുക്ക് ഓൾറെഡി ഉള്ള ഒരു ഒബ്ലിഗേഷനെ നമുക്ക് കൺസിഡറേഷൻ ആക്കാൻ പറ്റില്ല. ഇപ്പൊ ഇലക്ഷൻ നടക്കുകയാണ്, ആ സമയത്ത് കാൻഡിഡേറ്റ് പറഞ്ഞു നിങ്ങൾ പോയി എനിക്ക് വോട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പണം തരാം. ഓക്കെ, ബൂത്തിൽ പോയി വോട്ട് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ഒബ്ലിഗേഷൻ ആണ്. അതിന് ഞാൻ പണം വാങ്ങാൻ നിന്നാൽ ആ കോൺട്രാക്ട് വാലിഡ് ആവില്ല. കാരണം ഞാൻ കൺസിഡറേഷൻ ആയിട്ട് കൊടുക്കുന്നത് എൻ്റെ തന്നെ ഒബ്ലിഗേഷൻ ആണ്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഒബ്ലിഗേഷൻസ് ഒരിക്കലും കൺസിഡറേഷൻ ആയിട്ട് കണക്കാക്കുകയും ഇല്ല. 8 പോയിന്റ്സ് ആണ് കൺസിഡറേഷന്റെ എസെൻഷ്യൽസ്. ഒരു വാലിഡ് കൺസിഡറേഷന് എന്തൊക്കെ വേണം? അത് പ്രോമിസർ ഡിസൈഡ് ചെയ്തതാവണം, പ്രോമിസിയോ മറ്റാരെങ്കിലോ കൊടുക്കാം. പക്ഷെ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്തും കൺസിഡറേഷൻ ആണ്. കൺസിഡറേഷൻ അഡിക്വേറ്റ് ആവണം എന്ന് നിർബന്ധമില്ല. കൺസിഡറേഷൻ പക്ഷെ റിയൽ ആയിരിക്കണം, കൺസിഡറേഷൻ ലോഫുൾ ആയിരിക്കണം, ആൻഡ് കൺസിഡറേഷൻ എക്സിസ്റ്റിംഗ് ഒബ്ലിഗേഷൻ ആവാനും പാടില്ല. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവുമല്ലോ എന്താണ് കൺസിഡറേഷൻ എന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഈ വീഡിയോനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്നിട്ട് കമന്റ് ചെയ്യണം. I'll be happy to help. Bye.